നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അയ്യോ മായ അപ്പച്ചിയിലേ പോയത്? ലാവണ്യ മായയെ നോക്കി പറഞ്ഞു. ആ അവിടെ കിടക്കട്ടെ, എനിക്കെങ്ങും മേലെ സ്റ്റണ്ട് മിസ് ചെയ്യാൻ. നിന്റെ ക്യാമുകിന് കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. ഹോ എന്തൊരു സീൻ, ആ ചേട്ടൻ പൊളിയ മുത്ത്. കൽപ്പന പോയ വഴിയെ നോക്കി നിൽക്കുകയാണെന്നില്ല. ഈശ്വരാ അമ്മായി. അവൾ വായിൽ കൈവച്ച് പോയി. കാവ്യം നിവർന്ന് കൈ രണ്ടും തട്ടിക്കുടഞ്ഞ് ശ്വാസം ഒന്ന് ഊതി വിട്ടു. ഹോ ഇതൊക്കെ എന്ത്? കാവ്യ നിലയെ നോക്കി ഒന്ന് ചിരിച്ചു. നിലവേഗം മുഖം തിരിച്ച് നിന്നു. നിന്നെ എനിക്ക് കാണണ്ട, വേഗം വീട്ടിൽ പോയിക്കോ എന്ന പോലെ കാവ്യ ചിരിച്ചുകൊണ്ട് കിരണിന്റെ അടുത്തേക്ക് പോയി. വെടിവെച്ച് കേട്ടപ്പോൾ ബോധം പോയി കിടന്നവൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് വാ പൊളിച്ചു. മുഖന്ന് നിലവിളിക്കുന്ന കണ്ടപ്പോൾ അവിടേക്ക് ഓടിച്ചില്ല നോക്കിയവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് കിരൺ അടുപ്പിച്ചു. ഡോ താൻ ഈ തായ്ക്കൊണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? കിരണിന്റെ ചോദ്യം കേട്ട് അയാൾ കിരണിനെ ഒന്ന് തുറച്ചു നോക്കി. കേൾക്കുക മാത്രല്ല തിന്നിട്ടുണ്ട്. ഒന്ന് പോടാ ചേക്ക, ഞാൻ ആരാന്ന നിന്റെ വിചാരം? ഓ തിന്നിട്ടൊക്കെ ഉണ്ടോ? എന്നാല് ചെന്ന് കേറിക്കോട്, വയറ് നിറച്ച് കിട്ടും. കിരൺ പിന്നെ അയാൾ തടഞ്ഞില്ല. പാവം വിശപ്പ് കാണുന്ന അവനും കരുതി. വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് മുകുന്ദൻ ദേഷ്യം കടിച്ചമർത്തി. കത്തിയുടെ മുനയാൽ വലം കഴുത്തി ചൊറിഞ്ഞുകൊണ്ട് ജാൻ മുന്നോട്ടേക്ക് നടന്നു. 4 ഗുണ്ടകളും മുകുന്ദനും ജാന്റെ നേരെ ഒരുമിച്ച് വന്നു. ശ്രീയുടെ കൈ വിടുവിച്ച് കിരൺ ജാന്റെ അടുത്തേക്ക് വന്നു. കിരണും ജാനും മുഖത്തോട് മുഖം നോക്കി. തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത 5 പേർക്ക് നേരെ ജാനും കിരണും നെഞ്ചും വിരിച്ച് ചെന്നു. ജാൻ കിരണിന് നേരെ കയ്യിലിരുന്ന കത്തിയെറിഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ സ്ലീവ് ഉയർത്തി അവന്മാരെ നോക്കി കൈകാട്ടി വിളിച്ചു. തന്നെ നേരെ കത്തി വീശി അടുത്ത് ഒരുവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് ചെവിക്കല്ലിൽ നോക്കി ഓങ്ങി അടിച്ചു ജാൻ. കടവായിലെ പല്ലും ചോരയും ഒരുമിച്ച് പുറത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അവൻ നിലത്ത് വീണ് പിടഞ്ഞു. അല്പസമയത്തേക്ക് അവനൊരു ബീപ് സൗണ്ട് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ പുറത്തുകൂടി തന്നെ മറ്റൊരുവനെ പിടിച്ചുയർത്തി കമിഴ്ത്തി അടിച്ചു ജാൻ. തലകൾ കൂട്ടിമുട്ടി നിലത്ത് കിടന്നവന്മാരുടെ ചോരകൾ കൂടിക്കലർന്നു. മറ്റു 2 പേരെ എതിരിടുന്നതിനിടയിൽ കിരണിന്റെ കയ്യിൽ കത്തികൊണ്ടൊരു മുറിവുണ്ടായി. കൈയൊന്ന് കുടഞ്ഞോണ്ട് കിരൺ അവനെ നോക്കി പല്ലെറിമി. കിരൺ മോനെ! ശ്രീ ഓടിക്കതച്ച് അവിടേക്ക് എത്തി. കിരണിനെ വലിച്ചെടുത്ത് ശ്രീ മരക്കുറ്റിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി. പോക്കറ്റിൽ നിന്നൊരു ആൻകർച്ചീഫ് കയ്യിലെടുത്ത് കിരണിന്റെ കൈ തണ്ടയിൽ കെട്ടി കാവ്യ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കിരൺ വേദനിക്കുന്നുണ്ടടാ? ഏയ് ഇല്ലടാ. കിരണിന്റെ അടുത്ത് നിന്ന് ശ്രീ അവന്റെ തല നെഞ്ചോട് ചേർത്ത് വിതുമ്പി. അമ്മയുടെ മോനിനി അങ്ങോട്ട് പോണ്ട, വീട്ടില്ല ഞാൻ. കിരണിന്റെ കയ്യിലെ ചോര കണ്ട നില അവർക്കരികിലേക്ക് ഓടിക്കതച്ചെത്തിയതും മുകുന്ദൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. എങ്ങോട്ട് ഓടിപ്പോടി നിന്റെ തള്ള വിട്ടെടുക്കുന്നുള്ളി അവിടെ. നിലയെ വലിച്ചെടുത്ത് വീണ്ടും അമ്പലത്തിന്റെ ഭാഗത്തേക്ക് നടന്നു മുകുന്ദൻ. എന്നെ വീട്ട്, ഞാൻ എങ്ങോട്ട് ഓടിപ്പോയതല്ല, വിട്ടു എന്നെ പറഞ്ഞു നില ചീറി. മുകുന്ദന്റെ കൈകൾ അവൾ തട്ടിത്തെറിപ്പിച്ചു. തൊട്ടുപോര് തന്നെ. ആൾ മുകുന്ദന്റെ നേരെ വിരൽ ചൂണ്ടി. ഒരു കിതപ്പോടെ നില പറയുമ്പോൾ മുകുന്ദൻ അവളുടെ അടുത്തേക്ക് അടിവെച്ചു. ഇതേ സമയം ശശിധരൻ പുറകിലൂടെ വന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു. വാടിയുടെ മുകുന്ദ, വണ്ടി എടുക്കാൻ അവരോട് വിളിച്ചു പറ. ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. നിന്റെ കൂട്ടുകാരന്മാരോട് അവനെ നേരിടാൻ പറ. ഇവളെ എനിക്ക് തനിച്ചൊന്ന് കാണണം. നീ തറവാട്ടിലേക്ക് വാടി. നിന്റെ അന്ത്യായിന്ന് നീ ഒറ്റൊരുത്തി കാരണ ഞാൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ പ്രായത്തിൽ കണ്ട വരത്തന്മാരുടെ അടിയും തൊഴിയും കൊള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ഇത്രയും നേരം ഒന്നിലിടപെടാൻ ഞാൻ നിന്ന്. പക്ഷേ നിന്നോട് എനിക്ക് പകരം വീട്ടണം. എന്നെ വീട്ട്. നിലമുടിയിൽ പിടിച്ച വേദന കൊണ്ട് നിലവിളിച്ചു പോയി. പെട്ടെന്നാണ് ശശിധരൻ ദൂരേക്ക് തെറിച്ചു വീണത്. ഒപ്പം മുന്നോട്ടാഞ്ഞുപോയ നിലയെ ആരോ പിടിച്ചു വലിച്ച് നേരെ നിർത്തി. പെട്ടെന്നൊരു നീക്കം. മുകുന്ദൻ കൈ നീട്ടി ജാന്റെ കവിളിൽ അടിച്ചു. അവന്റെ ചുണ്ടുപൊട്ടി ചോര വന്നു. ഉണ്ണിക്കുട്ടാ! ശ്രീ ഓടി അവന്റെ അടുത്തേക്ക് വന്നു. ഒപ്പം കിരണും കാവ്യയും. മുകുന്ദന്റെ മുഖത്ത് ഒരു വിജയശ്ശേരി മിന്നി. പക്ഷേ ഒന്ന് പുറകിലേക്ക് നോക്കിയ മുകുന്ദനൊന്ന് ഞെട്ടി. തന്റെ 4 ഗുണ്ട സുഹൃത്തുക്കളും കൂട്ടിയിട്ട് കണക്കി നിലത്ത് ഒന്നിനു മീതെ ഒന്നായി കിടക്കുന്നു. ചുണ്ടിൽ നിന്നും പൊടിഞ്ഞ ചോര തള്ളവിരിനാൽ ഒന്ന് തുടച്ച് ജാൻ മുകുന്ദനെ ഒന്ന് നോക്കി. പാഞ്ഞു ചെന്ന് മുകുന്ദനെ കൊണ്ട് നിലത്തേക്ക് മറിഞ്ഞു ജാൻ. നിന്റെ എന്റെ അടുത്ത് കാണിക്കണ്ട. തന്നെ നിലത്ത് വീണ മുകുന്ദന്റെ നെഞ്ചിലെടുത്ത് കാൽകുത്തി അവന്റെ മുഖത്തിന് നേരെ പഞ്ച് ചെയ്തു ജാൻ. നീ ആരോടെ കളിക്കുന്ന എനിക്ക് അറിയില്ല. മുകുന്ദൻ പറഞ്ഞു കഴിഞ്ഞില്ല. ജാൻ അവന്റെ വായനിട്ടും കൊടുത്തു. മുകുന്ദന്റെ പല്ലിൽ ചുണ്ടുകോർത്തിരുന്നു. നിന്റെ തന്തതോ ആ കിടക്കുന്ന ശശിധരൻ ഒരിക്കൽ കൂടി പിറവിയെടുത്ത് വന്നാലും നിന്നെ അങ്ങേര് ഒരിക്കൽ കൂടി ഉണ്ടാക്കിയിട്ടാലും ഈ ജാന്റെ രോമത്തിൽ തൊടാൻ കഴിയടാ. നെഞ്ചിൽ ജാന്റെ ചവിട്ടുകൊണ്ട് തെറിച്ചു വീണ ശശിധരനെ ദത്തം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയാൾ നിലത്തിരുന്ന് കിതച്ചു. അപ്പോഴേക്കും കൽപ്പനയും കൂട്ടി ലാവണി അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ ദേഹം മുഴുവൻ ചതവും കീറലുകളുമാണ്. അവൻ ദേഷ്യത്തോടെ കാവ്യെന്ന് തുറച്ചു നോക്കി. പാനിന് പുറകിൽ തിരികെ ഗണ്ണ് ഒരിക്കൽ കൂടി പുറത്തെടുത്ത് 2 വട്ടം നിറയൊഴിച്ച ശേഷം മുകുന്ദന്റെ വായ്ക്കുള്ളിൽ തിരികെ കയറ്റി ജാൻ. ഉണ്ണിക്കുട്ട വേണ്ടടാ. ജാൻ ഡാ നോ. കിരണും ശ്രീ ഒരുപോലെ അവരെ തടഞ്ഞു. പെട്ടെന്നാണ് ഓടി വന്ന നില ജാന്റെ കയ്യിൽ പിടിച്ച്. വേണ്ട ജാൻ സർ, പ്ലീസ് ഒന്ന് മതിയാക്ക്, എനിക്ക് പേടിയാവുന്നു പ്ലീസ്. അവൾ അവന്റെ നേരെ നിലത്തിരുന്ന് തൊഴുകയോടെ പറഞ്ഞു.
തറവാട്ടിലുള്ളവരെല്ലാവരും നിലയെ ഒരു ഞെട്ടലോടെ നോക്കി. മായയും ലാവണിയും മുഖത്തോട് മുഖം നോക്കിപ്പോയി. കൽപ്പനയും ശശിധരനും ദത്തനും മുകുന്ദനെല്ലാം അവളെ തന്നെ ഉറ്റുനോക്കി. ജാൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് നിലയുടെ നേരെ നോക്കി. അവളും മെല്ലെ എഴുന്നേറ്റു. അവൾക്കരികിലേക്ക് ദേഷ്യത്തോടെ പോയി നിന്നു ജാൻ. നീ എവിടെയാ വർക്ക് ചെയ്യുന്നത്? കമോൺ സ്പീക്ക്. നാദ് അപ്പാരൽസ്. അവളാകെ ഭയന്നു. ഞാൻ നിന്റെ ആരാ? നീലയൊന്നും മിണ്ടിയില്ല. ഹു ആം ഐ ടു യു? ആൻസർ മീ നില. ജാൻ സാർ എന്റെ ബോസ്. നില പറയുമ്പോൾ മായ ലാവണിയെ ഞെട്ടിലോടെ നോക്കി. മുകുന്ദൻ നിലത്ത് കിടന്ന് പല്ലിയടിച്ചു. ഓക്കെ, നീ നിലവിടെ വന്ന്. അവൾ പിന്നെയും മൗനം പൂണ്ടു. കമോൺ സ്പീക്ക് അപ്പ് നില. ജാൻ അലറി. എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ജാൻ കിരണിനെ നോക്കി വിരൽ ചൂണ്ടി. ഇവൻ നിന്റെ ആരാ? കിരണേട്ടൻ. അടുത്ത ജാൻ നേരെ പോയത് മുകുന്ദന്റെ അടുത്തേക്കാ. നീ എന്തിനാണ് ഇന്നിവിടെ വന്ന്? ജാൻ മുകുന്ദന് നേരെ ചീറിയെടുത്തു. മുകുന്ദനൊന്ന് വേച്ച് വേച്ചാണെങ്കിൽ എഴുന്നേറ്റ് നിന്നു. പറയടാ, നിന്റെ നാവിറങ്ങിപ്പോയോ? ജാൻ മുകുന്ദന്റെ തലയിൽ തോക്കടുപ്പിച്ചു. ഇവളിവിടെ വന്ന് നിശ്ചയത്തിനാ. പക്ഷേ ഈ മുകുന്ദൻ അതിനല്ല വന്ന്. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. കിതച്ചുകൊണ്ടും വേദനയാൽ മുഖം ചുളിച്ചുകൊണ്ടും മുകുന്ദൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നാ അതൊന്നും അറിയണല്ലോ. മുകുന്ദൻ അരികിൽ തിരികെ വെച്ചിരുന്ന മഞ്ഞച്ചടിൽ കുറച്ച് താലി കയ്യിലെടുത്തു. ഗുഡ്. അപ്പൊ നീ വന്ന് നിന്റെ കല്യാണത്തിന്, ഇവൾ വന്ന് ഇവിടെ എൻഗേജ്മെന്റിന്. ഇപ്പോഴേ പൊരുത്തക്കേടുകളാണല്ലോ മുകുന്ദ. എങ്കിലും പ്രോബ്ലം ഇല്ല. നിന്റെ ആഗ്രഹം പോലെ അങ്ങ് നടക്കട്ടെ. നീ കെട്ടിക്കോ. നീലൊരു പകപ്പോടെ ജാനെ നോക്കി. എന്താടാ, പറ്റില്ലേ? നിനക്ക് കെട്ടാൻ പറ്റില്ലേന്ന്? മുകുന്ദനൊന്ന് ഇവർ നിന്ന് നീലാംബരി നോക്കി വശ്യമായി ചിരിച്ചു. വായിൽ നിറഞ്ഞ ചോര പുറത്തേക്ക് തുപ്പിയാൻ പറഞ്ഞു. ഇവളെ കെട്ടാനും കൂടെ പൊറപ്പിക്കാനും എനിക്ക് ആരുടെയും ഒത്താശ വേണ്ട. ഈശ്വര, ഇവനിത് എന്ത് ഭാവിച്ച? അതോ മുകുന്ദനെ പറ്റി ചിനിയെങ്ങാനും ജാൻ നിലയെ കിട്ടുമോ? ഇത് സ്ക്രിപ്റ്റിലില്ലല്ലോ. കിരൺ സ്വയം പറഞ്ഞുപോയി. എന്നാ പൊളിക്കും. കാവിക വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയി. പക്ഷെ ശ്രീയാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കൽപ്പന ഓടി വന്ന് ജാന്റെ കാൽക്കൽ വീണു. അയ്യോ സാറേ, ഇനി അവരൊന്നും ചെയ്യല്ലേ. എന്റെ മോൻ ഇവളെ കെട്ടിക്കോളും. ഞങ്ങൾ ഇവളെ പറഞ്ഞു പറ്റിക്കുന്നല്ല, ഉറപ്പായും കിട്ടും. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ. സാറ് കരുതും പോലെയല്ല. ഈ നിൽക്കണവളൊരു ശാപം പിടിച്ചവളാ. ഇവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നവൻ ആ നിമിഷം മരണപ്പെടും. അത് ഇവളുടെ ജാതകത്തിലുള്ളതാ. ഈ വിവാഹ നിശ്ചയത്തിന് എന്റെ മോന്റെ ഒറ്റ നിർബന്ധത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു പോലും. എന്നാൽ ഇന്നലെ തന്നെ എന്റെ ഭർത്താവിന്റെ അമ്മ, അതായത് ഇവിടെ മുത്തശ്ശി ആശുപത്രി കിടക്കയിലായി. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഓരോരോ അപശകനങ്ങളാ. ദേ ഇപ്പൊ തന്നെ കണ്ടോ എന്തൊക്കെയാ നേരിടേണ്ടി വന്ന്. അതൊക്കെ ഇവളുടെ ജാതകദോഷം കൊണ്ടാ. എന്റെ മകനെ കൊലക്ക് കൊടുക്കരുത്. സാറ് കരുതും പോലെ ഇവൻ ഇവളെ ചതിക്കില്ല. പക്ഷേ ഇപ്പൊ കെട്ടാൻ പറയരുത്. തളെ ഒറ്റ ചവിട്ടി നിങ്ങൾ അങ്ങ് തീർത്ത് കളയും. മിണ്ടാതെ മൂലക്ക് പോയി കിടന്നോണം. മുകുന്ദൻ കൽപ്പനയെ ചവിട്ടാൻ കാലുയർത്തി. ഏയ്, നിന്റെ ഷോയൊക്കെ നിന്റെ വീട്ടില് എന്റെ മുന്നിൽ വെച്ച് വേണ്ട, മനസ്സിലായല്ലോ? ജാൻ മുകുന്ദന്റെ കർണത്തടിച്ചു. ഏയ് ലേഡി, ലുക്ക്, ഇതൊക്കെ നിലയുടെ വാട്ട്? ജാൻ വാക്കിൽ കിട്ടാ തോക്ക് സ്വന്തം നെറ്റിയിൽ വെച്ച് ഉരച്ചു. ആ കോപ്പേ, ജാതകദോഷം. ഇനി അത് പറയാനറിയാൻ നീ സ്വയം വെടിവെച്ച് ചാണ്ട. മതി, ബാക്കി ഞാൻ പറയാം. കിരൺ അതും പറഞ്ഞ് മുന്നോട്ട് വന്നു. കൽപ്പന മേഡം, ഈ നിൽക്കുന്ന നീലാംബരിയുടെ ജാതകദോഷം കൊണ്ടല്ല, നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇന്ന് ഇത്രയും ഇവിടെ സംഭവിച്ച്. എന്നാലും പേടിക്കണ്ട, ആ അമ്പലം വരെ ഒന്ന് നടക്ക്. നമുക്കൊരു ഹോമം നടത്തി ഇവിടെ ദോഷം അങ്ങ് മാറ്റാം. കിരൺ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു കയ്യിൽ മുകുന്ദന്റെ താലിയും മറ്റൊരു കയ്യിൽ തോക്കുമായി ജാൻ വേഗത്തിൽ നടക്കുമ്പോൾ ഒരു ഭയത്തോടെ എല്ലാവരും പതിയവിടേക്ക് നടന്നു. എന്നാൽ മുകുന്ദൻ മാത്രം ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. അപ്പോഴും ഇനി എന്ത് എന്നറിയാതെ നില മാത്രം അവിടെ തറഞ്ഞിന്ന് പോയി. ഈ ജാൻ സാർ ഇത് എന്ത് ഭാവിച്ച? എന്റെ വിവാഹം മുകുന്ദനായിട്ട് നടത്താനാണോ ഇവിടേക്ക് വന്ന്? സ്വന്തം അമ്മയെ രക്ഷിക്കാൻ വന്നില്ല, അത് ചെയ്തിട്ട് പോയാ പോരെ? അമ്പലത്തിന് മുന്നിലെത്തിയതും ജാനൊന്ന് തിരിഞ്ഞു നോക്കി. നീലാംബരി വന്നിട്ടില്ലെന്ന് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. പറ്റുന്ന അത്രയും ശക്തിയിൽ നടക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നില്ല. അവളുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. അപ്പോൾ ജാൻ സർ പ്ലീസ്, എനിക്ക് അയാളെ വിവാഹം കഴിക്കണ്ട. സർ എന്തേ കാണിക്കുന്നത്? ഇതിനാണോ ഇങ്ങോട്ട് വന്ന്? സർ പ്ലീസ് വിട്. എന്നെ പറ്റി സാറിന് ഒന്നും അറിയില്ല. എന്നോട് ഈ ചതി കാണിക്കരുത്. പറയുമ്പോഴും അവൾ ജാന്റെ കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളെ ഏങ്ങലടിച്ച് കരഞ്ഞു. മിണ്ടിപ്പോരുത്. സ്വയം ചുണ്ടിൽ വിരൽ ചേർത്ത് അവളെ തുറിച്ചു നോക്കി ജാൻ. പിന്നെ എന്തുണ്ടാക്കാനാടി നീ എൻഗേജ്മെന്റിന് ഇറങ്ങി തിരിച്ച്? ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് അല്ല ഇവിടെ നടക്കാനിരുന്നത്. ഈ താലിയ ആ ബാസ്റ്റേഡ് നിന്റെ കഴുത്തിൽ കിട്ടിയനെ. നോ, ഈ രണ്ടക്ഷരം എന്തിനാണെന്നറിയോ? ഇതുവരെ അത് പറയാൻ പഠിച്ചില്ലെങ്കിൽ ഷട്ട് അപ്പ് ആൻഡ് കം വിത്ത് മീ. നിലയെ വലിച്ചു പിടിച്ച ജാൻ നടന്നു വരുമ്പോൾ കിരണും കാവ്യയും പരസ്പരം നോക്കി ചിരിച്ചു. പക്ഷെ സ്ത്രീയാകെ പരിഭ്രമിച്ചു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നല്ല ഇവിടെ നടന്ന്. ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ താൻ കരുതിയില്ല ഇത്രയും സംഭവവികാസങ്ങൾ ഇവിടെ അരങ്ങേറുമെന്നുള്ളത്.
നിലയെ തനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണിക്കുട്ടൻ, അവന്റെ വിവാഹം എന്നൊക്കെ പറയുന്നത് താൻ വല്ലാതെ സ്വപ്നം കണ്ട കാര്യമാണ്. അത് ഇതുപോലൊരു സാഹചര്യത്തിൽ, അതും ഈ നശിച്ച മനുഷ്യരുടെ ഇടയിൽ വെച്ച് ഒരിക്കലും നടക്കാൻ പാടില്ല. തിരികെ വീട്ടിലെത്തുമ്പോൾ എന്താവും ഉണ്ടാവുക? അവിടെയുള്ളവർ ഏത് രീതിയിൽ പ്രതികരിക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. പൂജാരി നടപോലടക്കായതിനോടകം സ്ഥലം കാലിയാക്കിയിരുന്നു. രാവിലെ കത്തിച്ച വിളക്ക് പോലെ എരിഞ്ഞു തീർന്ന ആ ചെറിയ പ്രതീക്ഷയ്ക്ക് മുമ്പിൽ ജാൻ നിലയെ പിടിച്ചു നിർത്തി. മുകുന്ദൻ ക്രൂരമായ ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നു. കൽപ്പനയും ശശിധരനും ദത്തനും എല്ലാം അമ്പരന്ന് നിന്നു. കൽപ്പന ദേഷ്യത്തോടെ ശശിധരനെ നോക്കി. നിസ്സഹായനായി നോക്കി നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. തന്റെ മകൻ ഈ നശിച്ചവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ വലിയ നമ്പൂരി പറഞ്ഞ പ്രകാരം അവൻ മരണപ്പെടും. മുകുന്ദൻ മരിച്ചാറില്ലെങ്കിലും തന്റെ മരണം ഏതാണ്ട് ഉറച്ച മട്ടാണ്. കാലി ഇതിനോടകം തന്റെ അച്ഛന്റെ അരികിൽ എത്തിയിട്ടുണ്ടാവും. അയാളിപ്പോൾ താണ്ഡവമാടുന്നുണ്ടാവും. ലാവണിയും മായും മാറിയെന്നെല്ലാം നോക്കിക്കണ്ടു. കിരണും കാവ്യയും ശ്വാസം പിടിച്ച് നിന്നു. നിശ്ചയം മുടക്കാൻ വന്നാണ് താനും ജാനും. ഒപ്പം മുകുന്ദന് കുടുംബത്തിനൊരു സർപ്രൈസ് കൊടുക്കണം. ആ സർപ്രൈസ് ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന ഓടി കാറിലുണ്ട്. പക്ഷെ ജാന്റെ കയ്യിൽ താലി എന്തായാലും അവൻ മുകുന്ദന് കൊടുക്കില്ല. അപ്പൊ പിന്നെ എന്റെ പെങ്ങളിനി എന്നും എന്റെ പെങ്ങൾ തന്നെയായിരിക്കും. ജാൻ താലി ഉയർത്തിപ്പിടിച്ചു. ചുറ്റു നിവർന്ന ചരട് നിലയുടെയും മുകുന്ദന്റെയും മുമ്പിൽ നീളത്തിലാടി. ശ്രീ തന്റെ മകനെ ഒരു ഞെട്ടിലോടെ നോക്കിക്കാണുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിറയെ നീലാംബരിയോടുള്ള പ്രണയമാണ്. താനത് പലപ്പോഴായി കണ്ടിട്ടുള്ളതുമാണ്. പക്ഷെ ആ അമ്മയിൽ വല്ലാത്തൊരു ഭയം നിഴലിച്ചു. താനൊരു ശക്തമായ സ്ത്രീയാണ്. ഏതൊരു അനീതി കണ്ടാലും ഭയപ്പെടാതെ ഇടപെടുന്ന, സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിട്ടിറങ്ങുന്ന സ്ത്രീ. ആ നിലയിൽ തന്നെയാണ് നീലാംബരിയുടെ പ്രശ്നവും താൻ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അതൊരൊറ്റയാൾ പോരാട്ടമാവണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ടോ നീലാംബരിയെ സമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വിട്ടുകൊടുക്കാതെ അടക്കി പിടിക്കാൻ താൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അതിന്റെ കാരണവും തന്റെ മകന്റെ കണ്ണുകളിൽ കണ്ട അവളോടുള്ള പ്രണയം തന്നെ ആവണം. പക്ഷേ ഈ നിമിഷം താൻ വെറും ഒരു അമ്മയായി ചുരുങ്ങിപ്പോകുന്നു എന്ന സത്യം ശ്രീ മനസ്സിലാക്കി. പാടില്ലാത്തതാണ്. എങ്കിലും കൽപ്പനയുടെ വാക്കുകൾ ഹൃദയത്തിൽ എവിടെയോ ആഴ്ന്നിറങ്ങുന്ന പോലെ. കാവ്യയും ശോഭന ടീച്ചറും പറഞ്ഞ കഥയിലെ നിലയുടെ അമ്മയുടെ ജീവിതവും ചെറുപ്രായത്തിൽ വിധവയെ പോലെ കഴിയേണ്ടി വന്നൊരു ജാതകം തന്നെയാണ്. അത് ആവർത്തിക്കപ്പെട്ടാൽ ഉണ്ണിക്കുട്ടൻ തന്റെ പ്രാണനാണ്. അതുപോലെയായിരുന്നു തനിക്ക് നാഥേട്ടനും. തന്റെ ഏട്ടന്റെ മരണം അതാണ് തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ആദ്യത്തെ അടി. ഇനിയൊരു ദുരന്തം ഈ ശ്രീ പാർവതി താങ്ങില്ല. മരിച്ചുപോകും ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജാന്റെ കയ്യിൽ നിന്ന് പിടിച്ച് അവൻ നോക്കുമ്പോൾ ശ്രീ നിറകണ്ണുകളോടെ വിലങ്ങനെ തലയാട്ടി. വേണ്ട മോനെ. അതിനർത്ഥം കിരണിനും കാവ്യയ്ക്കും മാത്രമേ ആ സമയം മനസ്സിലായുള്ളൂ. ജാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന താലിയിലേക്കൊന്ന് നോക്കി. ജാൻ കാവ്യയ്ക്ക് നേരെ ഒന്ന് കണ്ണു കാണിച്ചു. അവൾ അടുത്തു വന്ന് അവൻ പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചു. മറ്റാരും കേൾക്കാതെ ഒരു കാര്യം കാവ്യയോട് അവൻ ചെവിയിൽ ചോദിച്ചു. തിരിച്ചവൾ അവൻ അതുപോലെ രഹസ്യമായി മറുപടി നൽകി. എല്ലാവരും ഒന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി. കാവ്യ രഹസ്യം പറയുമ്പോൾ ജാന്റെ നോട്ടം അല്പം മാറി ഒതുങ്ങി നിൽക്കുന്ന ഇരട്ട സഹോദരിമാരിലായിരുന്നു. ലാവണിയും മായും ജാന്റെ നോട്ടത്തിലാകെ പിടഞ്ഞുപോയി. ജാൻ നടന്ന് ലാവണിക്കടുത്തേക്ക് എത്തി. അവളെ മൊത്തത്തിൽ അവനെ നോക്കി. ലാവണി ആകെ നാണത്താൽ പൂത്തുലഞ്ഞു പോയി. അവന്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിന്റെ സുഗന്ധത്തിൽ അവൾ മതിമറന്ന് നിന്നു. ലാവണ്യ റൈറ്റ്? ജാൻ ചോദിക്കുമ്പോൾ ലാവണി നാണത്തോടെ നിന്ന് മൂളി. ഡു യു ലവ് മുകുന്ദൻ? പതിഞ്ഞ ശബ്ദത്തിൽ ജാൻ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ലാവണ്യ ജാനെ നോക്കി. പറയൂ ലാവണ്യ, നിനക്ക് ഈ നിൽക്കുന്നവരോട് പ്രണയമാണോ? ഇത്തവണ ജാൻ തിരിഞ്ഞടന്നുകൊണ്ട് അല്പ ഉച്ചത്തിൽ ചോദിച്ചു. ലാവണ്യയുടെ മനസ്സിലൊരു ലഡുപൊട്ടി. മുകുന്ദനും താനും പ്രണയത്തിലാണെന്ന് ഈ ചേട്ടൻ അറിഞ്ഞാൽ മുകുന്ദേട്ടനോടുള്ള ദേഷ്യത്തിൽ ചിലപ്പോൾ ആ താലി ആ ചേട്ടൻ തന്റെ കഴുത്തിൽ കിട്ടും. മായയും ഏകദേശം അങ്ങനെ തന്നെ കണക്കുകൂട്ടി. മായയ്ക്ക് ദേഷ്യം നുരഞ്ഞു കയറി. സിനിമയിലൊക്കെ കാണും പോലെ ഒരു ഹാൻസം കോടീശ്വരം വന്ന് ഫൈറ്റ് ഉണ്ടാക്കി വെറുതെ നോക്കുന്ന ഒരു പെണ്ണിനെ താലി കെട്ടി കൊണ്ടുപോകുന്നു. പിന്നീട് അവളെ പ്രണയിക്കുന്നു. ഈശ്വരാ, ലാവണ്യെ തേടി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവൂ? പാടില്ല. ജാൻ ജീവിച്ചിരിക്കാൻ നടക്കാൻ പാടില്ല. ആ സ്വപ്നം വർഷങ്ങളായിട്ട് താൻ കാണുന്ന ഒന്നാണ്. പക്ഷെ മായ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലാവണ്യ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതെ, എനിക്ക് മൂന്നേട്ടൻ ഇഷ്ടാ. മൂന്നേട്ടൻ എന്നെ. ഞങ്ങൾ പണ്ട് മുതലേ പ്രണയത്തിലായിരുന്നു. അല്ലേ മൂന്നേട്ടാ? മൂന്നൻ അലറി നോക്കി. അലറണ്ട, ഞാൻ എല്ലാം പറയും. ഈ നിൽക്കുന്ന ശശിമാമനും കൽപ്പനപ്പച്ചിയും എന്റെ മുകുന്ദേട്ടനെ കൊണ്ട് നിർബന്ധിച്ചിട്ടാ നീലാംബരി വിവാഹം ചെയ്യാൻ സമ്മതിപ്പിച്ച്. അതും സ്വത്ത് മോഹിച്ച്. എന്നെ നഷ്ടമായ മുകുന്ദേട്ട ആത്മഹത്യ എന്നിവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലേ മുകുന്ദേട്ടാ? മൂന്നൻ നിന്ന് പല്ലിയരിച്ചു. ശശിധരനും കൽപ്പനയും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് മുകുന്ദനെ അവർ തുറിച്ചു നോക്കി. കിരൺ ചിരിച്ചുപോയി. താലി കണ്ടപ്പോൾ കിരണൊന്ന് പതറിയിരുന്നു. കാരണം ഈ താലിയൊന്നും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നല്ല. എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റിലുള്ള പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ലാവണ്യ പൊളിയ. കാര്യറിയാതെ അവൾ ആട്ടം ആടുന്നു. ഇതാ പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന്. ഓർത്തോർത്ത് കിരൺ ചിരിയടക്കി നിന്നു. കാവ്യയ്ക്കും കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരുന്നു. ജാൻ ചെവിയിൽ ചോദിച്ച ചോദ്യം കേട്ട് ആദ്യമൊന്ന് പകച്ചെങ്കിലും ഇപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടിയ പോലെ. പക്ഷെ അപ്പോഴും ശ്രീയും നിലയും മറ്റുള്ളവരൊക്കെ ഒന്നും മനസ്സിലാവാതെ പകച്ചു നിൽക്കുകയാണ്. അല്ല, ഇവൾ കള്ളം പറയുക. ഈ നിൽക്കുന്ന മുകുന്ദൻ ഒരു പെണ്ണുപിടിയനാ. ലാവണ്യ മുകുന്ദന് ഇഷ്ടമൊന്നുമല്ല. മായേ,
മായ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ കൽപ്പന ദേഷ്യത്തോടെ അവൾ വിളിച്ചു. മിണ്ടാ നിക്കാപ്പച്ചി, ഞാൻ പറയും. മുകുന്ദനോട് പകരം വീട്ടാൻ അങ്ങനെ ഇപ്പൊ നിലയോ ലാവണിയോ ആ നിൽക്കുന്ന ചേട്ടൻ താലികെട്ടണ്ട. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനാണ് മുകുന്ദന്റെ കാമുകിന്ന് ഇപ്പൊ പറയായിരുന്നു. പുല്ല്, മുകുന്ദനെ തന്നെ ആദ്യമേ കയറി പ്രേമിക്കണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെ പറഞ്ഞ ആരാ വിശ്വസിക്കുക? തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ഇവൾമാർക്കും കിട്ടണ്ട. മായ മനസ്സിലായി ഓർത്തുകൊണ്ട് വീണ്ടും ഉറക്കെ പറയാൻ തുടങ്ങി. ഈ ലാവണ്യ പറയുന്ന പച്ചക്കള്ള, ഇവൾക്ക് ഇയാളോട് പ്രേമൊന്നുമില്ല. എന്നോടത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പട്ടിക്കാട്ടിൽ ആരാ തന്നെ വിവാഹം ചെയ്യാൻ വരുന്നോർത്ത് പ്രേമം നടിച്ചതാ ഇവള്. കാണാനും വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മുകുന്ദനെങ്കിൽ മുകുന്ദൻ, അത്രേ ഉള്ളൂ ഇവിടെ മനസ്സിൽ. അപ്പച്ചി ഇവളോട് ചോദിച്ചു നോക്ക്, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേന്ന്. എന്റെ പെങ്ങളൊക്കെ തന്നെയാ. പക്ഷെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ പലപ്പോഴും രണ്ടിനെ ഒരേ മുറിയിൽ കണ്ടിട്ടുണ്ട്. ഇവള് ഫ്രഷ് അല്ല. പിന്നെ ഈ നിൽക്കുന്ന നീലാംബരി, ഇവൾക്ക് മുകുന്ദനെ കാണുന്നേ വെറുപ്പാ. ഒരു കാര്യം ലാവണ്യ പറഞ്ഞ കറക്റ്റാ, സ്വത്ത് മോയിച്ച അപ്പച്ചി മാമന് ഇവൾ അയാളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഈ നാട്ടിൽ ആരും മുകുന്ദന് പെണ്ണുകൊടുക്കില്ല. വാട്ട് അബൌട്ട് യു മായ? ഡു യു ലവ് മുകുന്ദൻ? വലുതയിലിരുന്ന തോക്ക് ഇടത് കയ്യിൽ നിന്ന് ഉരസിക്കൊണ്ട് ജാൻ മായയോട് ചോദിച്ചു. ജാന്റെ ആ ചോദ്യം കേട്ട് മായയുടെ കണ്ണുകൾ വിടർന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ? എനിക്ക് ചിലപ്പോഴൊക്കെ മുകുന്ദേട്ടനോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. മായ പറയുമ്പോൾ ലാവണിയും കൽപ്പനയും മുകുന്ദനെ അതിശയത്തോടെ മായയെ നോക്കി. അതിന് ജാൻ എല്ലാവരെയും നോക്കിയെന്ന് പുച്ചി ചിരിച്ചു. എടി കൽപ്പനെ, എനിക്കെന്തോ പന്തിയേട് തോന്നുന്നു. നീ ആ മായയുടെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുക്കടി. ദർത്തം നിൽക്കുന്നു. ഇല്ലായിരുന്നു എന്റെ കൈയുടെ ചൂടവളി പറഞ്ഞേനെ. ശശിധരൻ കൽപ്പനയുടെ ചെവിയിൽ പറഞ്ഞു. കൽപ്പന ഓടിച്ചെന്ന് മായയുടെ ചെവിക്കല്ല് നോക്കിയൊന്ന് പൊട്ടിച്ചു. As if someone understood something. ജാൻ പതിയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുകൈകൾ ഇടുപ്പിൽ കുത്തിയാവുന്ന ശശിധരനെ ഒന്ന് നോക്കി. നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. ആരാണ് മുകുന്ദന്റെ ലവർ എന്ന്. ജാൻ പറയുമ്പോൾ നീലാവനെ തുറിച്ചു നോക്കി. അവൾക്ക് ജാനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. പക്ഷെ താൻ എന്നൊരാൾ ഇവിടെ നിൽക്കുന്നതായി പോലും ജാൻ സാർ ഭാവിക്കുന്നില്ല. തന്നെയൊന്ന് നോക്കുന്ന പോലുമില്ല. അവൾ ജാന്റെ മുമ്പിൽ വന്ന് നിന്നു. എനിക്ക് തീരുമാനിക്കാൻ മാത്രമൊന്നുമില്ല. എനിക്ക് ഇയാളെ കാണുന്നതിന് വെറുപ്പാ. ഇയാളുടെ താലി കഴുത്തിൽ വീണാൽ ഈ നീലാംബരി അന്നൊടുക്കും എന്റെ ജീവൻ. നിലമുകുന്ദനെ ചൂണ്ടി പതിഞ്ഞ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ജാൻ അല്പം കുനിഞ്ഞു വന്നവളുടെ മുഖത്തിന് നേരെ മുഖടുപ്പിച്ച് പറഞ്ഞു. സ്പീക്ക് ലൗഡർ നീലാംബരി. ഉച്ചത്തിൽ ഈ നീലാംബരി ഒത്തിരി പറഞ്ഞിട്ടുള്ള ജാൻ സാർ. നിങ്ങൾക്കൊരു പക്ഷെ അതറിയില്ല. കാരണം ഈ നീലാംബരി നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ എനിക്ക് നിങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. നീല ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. ബ്രേവ് ഗേൾ. എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ മാത്രമാണല്ലോ നിന്റെ ഒച്ച പൊന്നുന്നത്. വൈ? നീലാംബരി, യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് സൂൺ. ഓക്കെ? വളരെ ശാന്തമായിട്ടാണ് ഞാൻ അത് ചോദിച്ചും പറഞ്ഞുമല്ല. അതേ ശാന്തതയോടെ അവൻ എല്ലാവരുടെയും മുമ്പിലൂടെ ആ താലി ചരട് ഇടത് കൈയിൽ കറക്കി നടന്നു. ജാൻ തന്നോട് ഇടക്കാലത്തെ പുഴ കാട്ടിയ അടുപ്പമെല്ലാം വെറുതെ ആയിരുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ മമ്മയെ ബുദ്ധിമുട്ടിച്ചവരുള്ള പക മാത്രമാണ്. നിലക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. കിരൺ, ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക്? കിരൺ നോക്കി ഞാൻ ചോദിക്കുമ്പോൾ അവരും ചിരിച്ചു. ഉണ്ടടാ, എനിക്കിതേ ഈ നിൽക്കുന്ന മോളോട് സംശയം ചോദിക്കാറുണ്ട്. ലാവണ്യ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. മുകുന്ദനും ലാവണ്യം പ്രണയത്തിലായിരുന്നില്ലേ? പിന്നെ നിന്നെ നീലാംബരി വിവാഹം കഴിക്കാൻ 3 ശ്രമിച്ചപ്പോ ലാവണ്യ തടയാതിരുന്ന്? കിരൺ ചോദിക്കുമ്പോൾ ലാവണ്യ ഒന്ന് പരിങ്ങി. അത് പിന്നെ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് മുകുന്ദന്റെ കയ്യിൽ താലി ഞാൻ കണ്ടത്. ഓക്കെ, എൻഗേജ്മെന്റ് തടയാമായിരുന്നില്ലേ? വൈ ഡിഡ് യു ഡു ദാറ്റ്? അപ്പൊ ലാവണ്യക്ക് മുകുന്ദനോട് അത്ര താല്പര്യമില്ല അല്ലേ? ഈ നിൽക്കുന്ന നിന്റെ ട്വിൻ സിസ്റ്റർ തന്നെയാ മുകുന്ദനെ ആത്മാർത്ഥമായി പ്രണയിച്ച്. അതും പറഞ്ഞ് ഞാൻ മായയെ നോക്കിക്കൊണ്ട് നീലാംബരിയുടെ അടുത്തേക്ക് വന്ന് താലിയൊന്ന് ഉയർത്തി. നീ നിന്റെ എൻഗേജ്മെന്റിനല്ലേ വന്ന്? ബട്ട് ഇപ്പോൾ ഈ താലി നിന്റെ കഴുത്തിൽ വീഴാൻ നിനക്ക് സമ്മതമാണോ? ഉണ്ണിക്കുട്ടാ, മോനോ? ശ്രീ അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. ശ്രീയെ നിലയൊന്ന് പകച്ചു നോക്കി. എന്ത് കാരണം കൊണ്ടാവാം മാം സാറിനെ തടയുന്നത്? ഒരുപക്ഷെ സാർ എന്നെ സർ നോ ചെയ്യരുത്, എനിക്കിപ്പോ മാരേജ് എന്റെ ജാതകം. ആൾ വിക്കി വിക്കി എന്തൊക്കെയോ പറയുകയാണ്. ജാനൊന്ന് ചിരിച്ച് ആ താലിയെടുത്ത് ഉയർത്തി. എല്ലാവരും ഭീതിയോടെ അവനെയും ആ താലിയെയും നോക്കി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.